ഹലോ, കഥ കേൾക്കാം. അപ്പോൾ മക്കൾക്ക് മക്കളുടെ വീട്ടിൽ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടോ? ഒത്തിരി ടോയ്സ് ഉണ്ടോ? ഈ ഉള്ള ടോയ്സ് മക്കളുടെ അനിയനോ അനിയത്തിക്കോ ചേട്ടനോ ചേച്ചിക്കോ കൊടുക്കാറുണ്ടോ? മാതാപിതാക്കൾ അത് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ മക്കൾ ഷെയർ ചെയ്യാറുണ്ടോ? ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? അതെൻ്റെയാ, അപ്പ എനിക്ക് മേടിച്ചു തന്നതാ, അമ്മ എനിക്ക് തന്നതാ, അപ്പാപ്പൻ എനിക്ക് മേടിച്ചു തന്നത്, ഞാൻ കൊടുക്കില്ല, അതെൻ്റെയാ, ഞാൻ കൊടുക്കില്ല എന്ന് പറയാറുണ്ടോ? അങ്ങനെ കൊടുക്കില്ലാത്ത മക്കൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. അയ്യോ, അപ്പോൾ ഈ കഥ ഞാൻ കേൾക്കണോ? എല്ലാവർക്കും കേൾക്കാൻ പാകത്തിനുള്ള കഥയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറയുന്ന കഥയിൽ ഈ കഥ നടന്നിരിക്കുന്നത് സറാഫാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വിധവയുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധവയ്ക്ക് ആരെയാണ് വിധവ എന്ന് പറയുന്നത്? വിധവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളെയാണ് സാധാരണ വിധവ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു വീട്ടിൽ അപ്പനും അമ്മയുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ അതിൽ അപ്പൻ മരിച്ചുപോയി, ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ അമ്മേനെ പിന്നെ വിധവ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു വിധവ ഈ സറാഫാത്തിലുണ്ടായിരുന്നു. ഈ വിധവ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിധവ അവിടെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായ ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഭയങ്കരമായ പട്ടിണി, വെള്ളമില്ലായ്മ, കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയെ കൂടെയാണ് അവർ താമസിക്കുന്ന ആ സ്ഥലം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അവർ അവരുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വിറക് പറക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ വിറക് പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്തേക്കിടെ എലിയാവ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ നടന്നു വന്നു. ആരാ നടന്നു വന്നേ? എലിയാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ നടന്നു വന്നു. അപ്പോൾ ഈ പ്രവാചകൻ നടന്നു വന്നതിനൊരു കാരണമുണ്ടായിരുന്നു. ദൈവം എലിയാ പ്രവാചകൻ്റെ അടുത്ത് പറഞ്ഞു, നീ പെട്ടെന്ന് സറാഫാത്തിലോട്ട് പോവുക. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം കഴിക്കാനൊന്നുമില്ല, കഴിച്ചിട്ട് കുറേ ദിവസമായി. അങ്ങനെ നല്ല വിശപ്പുള്ള സമയത്ത് ദൈവം പറയുകയാണ്, നീ സറാഫാത്ത് വരെ പോവുക, നിനക്ക് അവിടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം ഒരുക്കും എന്ന് പറഞ്ഞു. അയ്യോ, ഓൾറെഡി വിശന്നിരിക്കുക, ഇനിയിപ്പോൾ അവിടം വരെ പോകണം, വയ്യ, അതുവരെ വണ്ടി വിളിപ്പൊന്നും പോകാനൊന്നും പറ്റില്ല, നടന്നു തന്നെ വേണം പോവാൻ. അയ്യോ, ഇനിയിപ്പോൾ എന്നെ ചെയ്യാം? അങ്ങനെയൊക്കെ ആലോചിച്ച് എലിയാവ് അതികൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ വിധവേനെ, ഈ പട്ടണത്തിൻ്റെ അന്നത്തെ കാലത്തൊക്കെ ഓരോ പട്ടണങ്ങൾക്കും ഓരോ വാതിലുണ്ട്. ഓക്കെ, ഒരു ഗേറ്റ്. ഇപ്പം നമ്മുടെയൊക്കെ വീടിന് ഗേറ്റ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്തെ പട്ടണങ്ങൾക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് തുറന്നാലാണ് ആ പട്ടണത്തിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. എന്തിനാണ് അങ്ങനത്തെ ഗേറ്റ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധമൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഗോലിയാത്തിനെ പോലെയുള്ള മല്ലനൊക്കെ വരുമ്പോൾ അവരിൽ നിന്നൊക്കെ ആ പട്ടണത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗേറ്റും മതിലും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ അതികൂടെ ഈ എലിയാവ് നടന്നു വരുമ്പോൾ എലിയാവ് കാണുന്നത് ഈ വിധവ, ഈ സറാഫാത്തിലുള്ള ഈ വിധവ അവിടെ വന്ന് വിറക് കഷ്ണങ്ങൾ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുന്നത് എലിയാവ് കണ്ടു. എലിയാവ് ആ വിധവേനെ വിളിച്ചു, ഞാൻ നല്ല ടയേർഡാണ്, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം, കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പോൾ ഈ വിധവ വെള്ളം എടുക്കാൻ വേണ്ടി, ശരി ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നുള്ള രീതിയിൽ വിധവ വെള്ളം എടുക്കാൻ പോകുമ്പോൾ എലിയാവ് പറഞ്ഞു, നീ ആ വെള്ളം എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കഴിക്കാൻ ഒരപ്പവും ഉണ്ടാക്കിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിധവയ്ക്ക് ആകെ സങ്കടമായി. വിധവ എന്നാ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ദൈവമായ യഹോവയാണ് എൻ്റെ കലത്തിൽ ഒരു പിടി മാവും ഒരിത്തിരി എണ്ണയും ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഈ 2 വിറക് കഷ്ണം എടുത്ത് കത്തിച്ച് ഇത്തിരി അപ്പവും ഇത്തിരി ആ ഉള്ള മാവിനുള്ള അപ്പം ഉണ്ടാക്കി എണ്ണ തേച്ച് ഇത്തിരി അപ്പം കഴിച്ച് എനിക്കും എൻ്റെ മോനും കഴിക്കാനുള്ള മാവേ അവിടെ ഉള്ളൂ, അത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ ഇരിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എലിയാവ് വേഗം അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ
ഈ വിധവയുടെ മനസ്സിൽ വിധവ ചിന്തിച്ച് ആകപ്പാടെ ഇത്തിരി മാവ് എൻ്റെ കയ്യിലുള്ളൂ, ഇത്തിരി എണ്ണേ ഉള്ളൂ, അത് തിന്ന് ഞാനും എൻ്റെ മോനും അത് തിന്നിട്ട് മരിക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രവാചകൻ വന്നിട്ട് ഇങ്ങനെ പറയണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വിധവ ഒന്നും മടിച്ചില്ല. വിധവ പറയാനുള്ളത് നേരെ ഏലിയാവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ആദ്യം എനിക്കൊരു ചെറിയ അപ്പം ചുട്ടു കൊണ്ടുവരിക. ഓക്കെ, അത് കഴിഞ്ഞ് നിനക്കുള്ള അപ്പം നീ ചുട്ടോ. അത് കഴിഞ്ഞ് ഏലിയാവ് പറഞ്ഞു, ഈ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ നിൻ്റെ പാത്രത്തിലെ മാവ് തീർന്നു പോകുകയില്ല, എണ്ണ വറ്റിപ്പോവുകയില്ല എന്ന് യഹോവയാണ് ഞാൻ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏലിയാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വിധവ പോയിട്ട് ഏലിയാവിന് വേണ്ടിയുള്ള അപ്പം ഉണ്ടാക്കി. ആ അപ്പം കൊണ്ടുപോയി അപ്പവും കൊണ്ടുപോയി കൊടുത്തു, വെള്ളവും കൊടുത്തു. അത് കഴിഞ്ഞ് വിധവ അപ്പം ഉണ്ടാക്കി, എണ്ണയുണ്ടായിരുന്നു. ഈ വിധവയുടെ ആ മഴ പെയ്യുന്നിടത്തോളം കാലം വരെ ഈ വിധവയുടെ വീട്ടിൽ ഒരു ക്ഷാമം ഉണ്ടായില്ല. കാരണം ദൈവം പറഞ്ഞ വാക്ക് അവിടെ പാലിക്കപ്പെട്ടു. ഏലിയാവിന് അവളുടെ അപ്പം അവൾക്കുള്ളതിൽ നിന്ന് കൊടുത്തത് കൊണ്ട് അവളുടെ വീട്ടിൽ പട്ടിണി ഉണ്ടായിരുന്നില്ല. ഈ ക്ഷാമം ഉണ്ടായിരുന്ന കാലത്തിൽ, മഴ പെയ്യാത്തോടത്തോളം കാലത്ത് അവരുടെ വീട്ടിൽ ഈ മാവിനും എണ്ണയ്ക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടുവോളം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ രീതിയിൽ വിധവ അനുസരിച്ചപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കും. അതുമാത്രമല്ല, ഈ ഏലിയാവ് പറഞ്ഞപ്പോൾ വിധവയ്ക്ക് പറയാമായിരുന്നു, പ്രഭോ എൻ്റെ വീട്ടിലൊന്നുമില്ല, എനിക്ക് തരാൻ പറ്റില്ലായിരുന്നു പറയാമായിരുന്നു. മക്കൾ പറയാറില്ലേ, ടോയ്സൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പറ്റില്ല, അത് എൻ്റെ ടോയ്, ഞാൻ തരില്ല കേട്ടോ എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വിധവയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ വിധവ പറഞ്ഞില്ല. വിധവ എന്താ പറഞ്ഞേ? എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ചെയ്തോ എന്ന് പറഞ്ഞത് വിധവ അനുസരിച്ചു. അപ്പോൾ അങ്ങനെ അനുസരിച്ചുകൊണ്ട് അവൾക്കും അവളുടെ മകനും ആ ക്ഷാമകാലത്ത് ഒരു പ്രശ്നവും പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇല്ലാത്ത കാലത്തും നമ്മൾ കൊടുക്കണം. നമ്മൾ ഷെയർ ചെയ്താലാണ് നമുക്ക് ദൈവം അഭിവൃദ്ധി തരുള്ളൂ. ഷെയർ ചെയ്താലാണ് നമുക്ക് കിട്ടുള്ളൂ. കൊടുക്കുന്നവനാണ് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. നമ്മൾ ധാരാളമായി കൊടുത്താൽ നമുക്ക് ദൈവം ധാരാളമായിട്ട് തരും. അതാണ് ഈ വിധവയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം. വിധവയ്ക്ക് ഉണ്ടായിരുന്നത് കൊടുക്കാണ്ട് വെച്ചിരുന്നുവെങ്കിൽ വിധവയ്ക്ക് അത്ര ഉണ്ടാക്കി അതോടെ അത് തീരുമായിരുന്നു, അപ്പം തീരുമായിരുന്നു, പിന്നെ അവർക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ വിധവ അങ്ങനെ ചിന്തിച്ചില്ല. ഏലിയാവ് പറഞ്ഞ പ്രകാരം വിധവ ചെയ്തു കൊടുത്തു. അത് കൊടുത്തത് കൊണ്ട് അവൾക്ക് ഒത്തിരി മാവും ഒത്തിരി എണ്ണയും അവരുടെ വീട്ടിൽ ഉണ്ടായി. അങ്ങനെ അവർ സമൃദ്ധിയായിട്ട് ആ ക്ഷാമമുള്ള കാലത്ത് ജീവിച്ചു. അതുകൊണ്ട് മക്കളെ അനിയനോ അനിയത്തിക്കോ ചേട്ടനോ ചേച്ചിക്കോ ഒക്കെ ഷെയർ ചെയ്യണം. പേന ഷെയർ ചെയ്യണം, കാറ് ഷെയർ ചെയ്യണം, ബാഗ് ഷെയർ ചെയ്യണം, കഴിക്കാനുള്ള മിഠായി ഷെയർ ചെയ്യണം, ചോക്ലേറ്റ്സ് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്താലാണ് നമുക്കും കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ഷെയർ ചെയ്യണം. നമുക്കുള്ള കാര്യങ്ങൾ, നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് ജീവിക്കണം. എൻ്റേതാണ്, ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറയണത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് ചേർന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് മക്കളെപ്പോഴും ഷെയർ ചെയ്ത് നല്ല മക്കളായിട്ട്, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന മക്കളായിട്ട് ജീവിക്കണം. അപ്പോൾ അതായിരുന്നു സാറാഫാത്തിലെ വിധവയുടെ കഥ. ഈ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സുഖമായിട്ട് നല്ല സ്വപ്നം കണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. വീണ്ടും ഒരു കഥയായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ ശുഭരാത്രി. ബൈ.